ഹായ് ഗായ്സ് എൻ്റെ പുതിയ ഡ്രസ്സ് കണ്ടോ? ഐ ആം സോ എക്സൈറ്റഡ് ബിക്കോസ് എൻ്റെ പുതിയ ഡ്രസ്സ് കണ്ടോ ഗൈസ്. ഞാൻ റിച്ച്. ഏതായാലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്കിനി അടിപൊളിയായിട്ട് മുമ്പോട്ട് കളിച്ച് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നെന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ആദ്യം തന്നെ എൻ്റെ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റൊക്കെ ഇട്ടേക്കാം. ഞാൻ നിങ്ങളെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഊരി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 12ഓളം ഈ ഒരു സ്ക്യൂട്ട് ആയിട്ടുണ്ട് ആർമെൻറ്റിലൂടെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വുൾ ഫാർമർ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ഉണ്ടാക്കാൻ പറ്റും, അടിപൊളി. പക്ഷെ നമുക്ക് ഒരെണ്ണം മതി. ഓക്കെ, അപ്പം ഇതെടുത്ത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അത് അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിന് കളറ് മാറ്റാൻ പറ്റുമോ ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടെ ഇതിൻ്റെ കളറ് മാറ്റാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഏതായാലും അങ്ങനെ. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി മെയിനായിട്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഒരു നമ്മുടെ പാലുണ്ടാക്കിയല്ലോ, അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളൊരു കുളം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ആ ഒരു കുളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാ ഒരു കുളം തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഡയമണ്ടും കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. ടൂൾസ് ഫുൾ സെറ്റായി. ഹോയ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നില്ല, വെറുതെ എന്തിനാണ് കേസ്. ഒക്കെ പിന്നെ നമുക്ക് ഡയമണ്ട് ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചിട്ടുള്ള ബാക്കി ടൂൾസൊക്കെ സെറ്റാണ്. പക്ഷേ ബാക്കിയുള്ള പാൻറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ് അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ പേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ടൈമില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാഡിലിട്ട് നോക്കാം. ആദ്യം ഇവനെ ഞാൻ ടൈം ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ ടൈം ചെയ്ത് നോക്കാം. ഓക്കെ ടൈം ആയിട്ടുണ്ട്. നമുക്കിനി ഇവന് ഈ ഒരു സാഡിൽ ഇട്ട് നോക്കാം. സ്പീഡ് ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഹോപ്പ് സ്പീഡ് ഉണ്ടാവും. നോക്കാം, നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇതിനൊക്കെ നല്ല നടന്നു പോകുന്നതല്ലേ, ഒട്ടും സ്പീഡില്ല. ചാടാനും ഒട്ടും ഇതില്ല കേട്ടോ. കൊള്ളൂല. ലുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, വർക്കില്ലല്ലേ. കൊള്ളാം. അപ്പോൾ എന്തായാലും ഇവനെ നമുക്ക് കളഞ്ഞിട്ട് വേറൊരെണ്ണത്തിന് നമ്മളിവിടെ സ്പോൺ ആവുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. എൻ്റെ സാഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നീ എവിടെ വേണേലും പൊക്കോ, ഒരു കുഴപ്പമില്ല. നമുക്കിനി വേറൊരാളെ സെറ്റാക്കാം. നമുക്ക് സ്പീഡൊക്കെ വേണം, അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുന്നതിനൊക്കെ അനുസരിച്ച് തന്നെ അവൻ ഓടുന്നത്. അത് നമുക്ക് കാര്യമില്ലല്ലോ. ഓക്കെ, ഇവിടെ എന്താ ഇങ്ങനെ അവരിരിക്കുന്നത്? അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളം പണിയണം. അതിന് മുമ്പ് ഞാൻ ആ കയർ എവിടെ കൊണ്ടുപോയി കളഞ്ഞ്? ഇത് അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഈ കയറും എടുത്തേക്കാം. ഓക്കെ, കയറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു ഇത് പണിയാം ഗൈസ്. ഓക്കെ, അപ്പോൾ കുളം പണിയെന്ന് വെച്ചാൽ വലിയ ഇതൊന്നും അല്ല കേട്ടോ, ചെറിയൊരു കുളമാണ്. പിന്നെ ഞാനിപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നെവർ മൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലെന്താ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഗെയിമിൽ പോലും കയറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഗെയിമിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. സ്റ്റിൽ എല്ലാ കാര്യങ്ങളും ലോഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഷവൽ വേണം. ഞാൻ അപ്പുറത്ത് വെച്ചേക്കുന്ന പെട്ടിയിലൊരു ഷവൽ ഇരിപ്പുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഷവൽ ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, 2 ഷവലുണ്ടല്ലേ. അപ്പോൾ ഷവൽ എടുത്തേക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സ്ലാബ് കാര്യങ്ങളൊക്കെ എടുത്തേക്കാം, ഒരു ഡെക്കറേഷൻ സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 സ്ലാബ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ വന്നിട്ട് ഫുൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം വലിയ കുളമാണ്. നമുക്കിതിന് ഏകദേശം ഒരു വട്ടം ആക്കാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം ഒരു വട്ടം ആക്കാം. ഇത്രയും കുഴി വേണ്ട, നമുക്ക് ആ കുഴിയൊക്കെ ഒന്ന് കുറച്ചിട്ടേ ആ വട്ടമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ആവണം എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. നോക്കട്ടെ, എല്ലാം എന്താ പറയുക, ഇത്തിരി ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, കുഴപ്പമില്ല. ഞാൻ നോക്കട്ടെ, പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്താം. അതിൻ്റെ ഇടയിൽ അവിടെ 2 ക്രീപ്പർ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് അവനെ ഒന്ന് തല്ലിക്കൊല്ലാം കേട്ടോ. ഇതെവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. നമുക്ക് അവനെ ഗൺ പൗഡർ വേണം. എന്ത് പരിപാടിയാണ് ഗൈസ്. അതവിടെ 2 രണ്ടെണ്ണവും പിന്നെ ഒരു സ്കെൽറ്റണും.
നമുക്ക് ആ ക്രീപ്പറിനെ ഇങ്ങോട്ട് വിളിച്ച് കൊല്ലാം. വായോ ഞാൻ അടിക്കും, നീ ഓടിക്കണം. ഓ മാൻ, എന്താണ് ഈ കാണിക്കണേ? ഓക്കെ, അപ്പോൾ ഇവനെയും കൂടെ നമുക്ക് കൊല്ലാം. ഇവൻ ഈ ഷീൽഡ് തട്ടിയിട്ട് ഇവൻ തന്നെ ചത്തോട്ടെ. അത് നമുക്ക് സീനുള്ള കാര്യമല്ല. വെയിൽ ചത്ത്. ഓക്കെ, അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ബാക്കി പണി നോക്കാം. ഈ കുഴിയൊക്കെ എനിക്കിനി അടയ്ക്കണം. അടിക്കുമ്പോഴാകുമ്പോൾ എല്ലാവരും അങ്ങ് ചാവുകയാണ് ഗൈസ്. എന്തായാലും ഞാൻ ഇതൊക്കെ അടച്ചേക്കാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കൊരു വട്ട ഷേപ്പിൽ ഏകദേശം കുഴിയൊക്കെ അടച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കുഴിയൊക്കെ മാറ്റിയിട്ട് സെറ്റാക്കാം കേട്ടോ. ഞാൻ പണിയുള്ള കാര്യമില്ല, ചുമ്മാ ഒന്ന് കുഴിച്ച് വട്ടമാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇനി പയ്യെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചുമ്മാ വട്ടമൊന്നും ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും പണി ചെയ്തിട്ടുണ്ട്. സ്ലാബൊക്കെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനിയും സ്ലാബൊക്കെ വെച്ച് സെറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലാബൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ടും നമ്മൾ വീഡിയോ അവസാനിക്കുന്ന എപ്പിസോഡിൻ്റെ അന്ന് ഷെയ്ഡർ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഷെയ്ഡർ ഇടുമ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് ഷെയ്ഡർ ഇട്ട് കാണുമ്പോൾ നല്ല രസമായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോഴും ഞാൻ ഷെയ്ഡർ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ കത്തിപ്പോവും. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അപ്പോൾ നമുക്കിങ്ങനെ പെയ്യെ ഷെയ്ഡർ ഇടാമെന്നല്ല, ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ നോക്കി ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലെ പാട്ട്, പള്ളിയുടെ മണിയൊച്ച അതൊക്കെ കേൾക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സഹിക്കുക ഗൈസ്. ഓക്കെ, പക്ഷേ അതൊക്കെ നല്ല രസമല്ലേ രാവിലെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി. ഞാൻ വെളിയിൽ വന്നിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളമാക്കി കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ഇനി പൊട്ടിച്ച് വെച്ച് അങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. എനിവേയ്സ്, നമുക്കിനി ഇത് ഫുള്ളൊന്ന് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. രസമുണ്ടല്ലേ? അപ്പോൾ അതിനകത്തൊരു മീനയും പിടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളതിൻ്റെ ലെവൽ കണ്ടോ? മൊത്തം ഞാൻ ഡെഡായി ഗൈസ്. മൊത്തം മറ്റേ റൗണ്ട് അടി കൊണ്ടിട്ടേ ഞാൻ ഡെഡായിപ്പോയി. എന്നിട്ട് ഒരു മീൻ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ ഇനി മൈനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ബാക്കി മീനെ കൊണ്ടുവരുന്നത്. ഇവനെയാണ് ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ ജീവൻ കൊടുത്തിട്ട് കൊണ്ടുവന്ന മുതലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ഇനി കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് സംഭവം പച്ചപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പണി സെറ്റാക്കിയിരിക്കുന്നു. ഇനിയും ചെയ്യാനുണ്ട്, പാത്രമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഓഫ്ലൈനായിട്ട് ചെയ്തോളാം, ഓഫ് ക്യാമറയിൽ ചെയ്തോളാം കേട്ടോ. കുളത്തിൻ്റെ പണി പകുതി മുക്കാലും തീർന്നതായിട്ട് ഞാൻ കൂട്ടുന്നു. ഇനി മീനെ പിടിച്ചിടണം. പിന്നെ എന്തെങ്കിലുമൊക്കെ മറ്റേ പവിഴപ്പുറ്റികൾ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് മറ്റേ സവാനയല്ല, സാൻഡിൻ്റെ അവിടെ പോകണം. ഇപ്പോൾ ഞാൻ ഒരു മോഡ് എടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ ഇവിടെ നിൽക്കി കഴിയുമ്പം ഇവിടെ നമുക്കിങ്ങനെ അനദർ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. ഇത് 20ഓളം ക്രാഫ്റ്റിംഗ്, ഡെക്കറേഷൻ ആൻഡ് ഫർണിച്ചർ പീസാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ രസത്തിന് നമുക്കിതൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എഡിറ്റിൽ നിൽക്കണം. നമ്മുടെ വേൾഡിൻ്റെ എഡിറ്റിൽ നിൽക്കിയിട്ട് നമ്മൾ നേരെ അഡ്വാൻസ്ഡ് ബിഹേവിയർ പാക്സ് ഉണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളത് ഓണാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ
അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കണ്ടോ, ചെയർ, ടേബിള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും പുതിയ സാധനങ്ങളാണുള്ളത്. ഒരു രസമാണ് ഗൈസ്. നമ്മളിങ്ങനെ ഇടയ്ക്കൂടെ ഒക്കെ നമ്മൾ ഷെയ്ഡറോ ഒന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ ഒരു രസത്തിന് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഇനി ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനാണ് ഒരു പോട്ട് അങ്ങോട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ പോട്ട് വെച്ചിട്ട്, പോട്ടിൻ്റെ ബോക്സാണ് ഇത് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാം. ഇങ്ങനെ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് നമുക്ക് ചെടി വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഇനി ചെടി വെക്കുന്നതായിരിക്കും, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതാണ്ട് നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കുളത്തിൻ്റെ ആ ഒരു ലുക്കുള്ളത്. രസം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും ചെടി വെച്ചിട്ടുണ്ട്. ഞാൻ ടൂലിപ്പാണ് വെച്ചിട്ടുള്ളത്. വേറെ ഒന്നും ചെടി അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു, നമുക്കിതിങ്ങനെ ഭിത്തി ചാരിയിട്ടും കൂടെ വെക്കാൻ പറ്റും. അപ്പോൾ അത് രസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പണി കംപ്ലീറ്റ് തീർന്നു. ഇനി മീനെ കൊണ്ടിടണം കേട്ടോ. ഞാൻ കൊണ്ടിട്ടോളാം. ഇനി മേപ്പോട്ടൊക്കെ പാത്ത് പണിയാനുണ്ട്. അത് ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. ഒരു പിങ്കി ലുക്കാണ്, ഐ നോ. സോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.